നമസ്കാരം. GSTയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് ലയബിലിറ്റി ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ ആൻഡ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഈ 3 ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യുന്നത്. 7ാമത്തെ എപ്പിസോഡിൽ എന്താണ് സപ്ലൈ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ സപ്ലൈയിൽ പറഞ്ഞ കാര്യങ്ങളിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 മോഡ് ഓഫ് സപ്ലൈ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 3 മോഡ് ഓഫ് സപ്ലൈ ആണ് മിക്സഡ് സപ്ലൈ, അതുപോലെ തന്നെ കോമ്പോസിറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ആ സപ്ലൈക്ക് അനുസരിച്ച് എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. കോമ്പോസിറ്റ് സപ്ലൈ. ഓക്കെ, എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ? 2 or more goods or services or both ഓർഡിനറിലി സപ്ലൈഡ്. അതായത് ഓർഡിനറിലി എന്ത് ചെയ്യുന്നു, അത് ഒരൊറ്റ ഇതാക്കിയിട്ട് വിൽക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളെല്ലാവരും കാറൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതായത് നമ്മളൊരു കാറ് മേടിക്കുകയാണെങ്കിൽ, ഓക്കെ, കാറിന് ഏകദേശം ഒരു 4 ലക്ഷം രൂപ വരും എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, കാറ് മേടിക്കുമ്പോൾ കാറിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ് കാറിൻ്റെ രജിസ്ട്രേഷൻ. അതായത് ടെമ്പററി രജിസ്ട്രേഷൻ കമ്പനി തന്നെ നമുക്ക് ചെയ്തു നൽകും. ഓക്കെ, അതുപോലെ തന്നെ കാറിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതുപോലെ തന്നെ കിട്ടുന്നതാണ് ടൂൾ കിറ്റ്, പിന്നെ അതുകൂടാതെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഫ്രീ മെയിൻ്റനൻസ് കിട്ടാറുണ്ട്. ഓക്കെ, അതായത് 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ്, 4 ഫ്രീ സർവീസ്. ആദ്യത്തെ 4 സർവീസോ അല്ലെങ്കിൽ 5 സർവീസോ ബൈക്ക് മേടിക്കുമ്പോഴും കാറ് മേടിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാറുമേൽ വരുന്ന ടാക്സ് നോർമലി 28% ഒക്കെയാണ് വരാറ്. ഓക്കെ, അപ്പോൾ 28% ആണ് കാറ്. ഇനി അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചിലപ്പോൾ ഒരു 500 രൂപ വന്നേക്കാം. ഓക്കെ, എന്നാൽ രജിസ്ട്രേഷൻ നമ്മൾ ഒറ്റക്ക് പോയി ചെയ്യുകയാണെങ്കിൽ അതുമേൽ ചിലപ്പോൾ 5% ടാക്സ് ഉണ്ടാവുള്ളൂ. അത് അസ്യൂം ചെയ്താൽ മതി, 5%. എന്നാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് ഒരു 500 രൂപയുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണെങ്കിൽ 12% ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ ടൂൾ കിറ്റ് ഒരു 1000 റുപ്പീസിൻ്റെ ടൂൾ കിറ്റാണ്, അല്ലെങ്കിൽ 2000 റുപ്പീസിൻ്റെ ടൂൾ കിറ്റാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2000 ഇൻറ്റു ഒരു ഏകദേശം ഒരു 18% GST ചിലപ്പോൾ അതിൽ വരും. ദെൻ അടുത്താണ് 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ്. അതായത് ആദ്യത്തെ 4 സർവീസ് ഫ്രീ ആയിരിക്കും. വണ്ടി കഴുകുക, അതേപോലെ തന്നെ കോമൺ ചെക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി അത് നമുക്കത് ആ വണ്ടി മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആ 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസിന് വരുന്ന തുക ഏകദേശം ഒരു 4000 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സാധാരണ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് 12% GST പിടിക്കുന്നത് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് മേടിക്കുന്ന പ്രൊഡക്റ്റ് കാറാണ്. ഓക്കെ, ഈ കാറിനോടൊപ്പം തന്നെ കിട്ടുന്നതാണ് രജിസ്ട്രേഷൻ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് വിൽക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു കാറിൻ്റെ ഷോറൂമിൽ പോവാണ്. കാറിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചോദിക്കാം, ഒരു കാറിന് എന്താ വില വരും? ഓക്കെ, എനിക്കൊരു കാറ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാർ എടുത്ത് നമുക്ക് തരാൻ പറ്റും. ഈ കാറിനോടൊപ്പം തന്നെ അവർ തീർച്ചയായിട്ടും നമുക്ക് തരുന്നതാണ് എന്ത്? പുതിയ കാർ മേടിക്കുക, രജിസ്ട്രേഷൻ ചെയ്ത് തരും, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ്. സോ ഇതിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വിൽക്കാനായിട്ട് പറ്റില്ല. ഒരു കാർ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ചേട്ടാ എനിക്ക് ഒരു 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ് തരാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് ഈ പറയുന്ന 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കില്ല. അതുപോലെ തന്നെ ടൂൾ കിറ്റ്, അതായത് ആ വണ്ടിയുടെ കൂടെ കൊടുക്കുന്ന സംഭവമാണത് ടൂൾ കിറ്റ്, അതും സെപ്പറേറ്റ് കൊടുക്കില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ളതൊന്നും സെപ്പറേറ്റ് അല്ല. ഇതെല്ലാം ഒരുമിച്ച് ആ കാറ് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത, കാർ നമുക്ക് സെപ്പറേറ്റ് വിൽക്കാൻ സാധിക്കും, പക്ഷേ 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ്, ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റോ സർവീസോ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് വിൽക്കാനായിട്ട് സാധിക്കില്ല. അത് എന്തിനോടൊപ്പം മാത്രം വിൽക്കാൻ പറ്റുള്ളൂ? ഈ കാർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സപ്ലൈയുടെ കൂടെ മാത്രമാണ് വിൽക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 4 ലക്ഷം രൂപക്ക് കാർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര അടയ്ക്കേണ്ട വരും? 4 + 500 ഇത്ര എമൗണ്ടൊക്കെ കൂടി, ഇത്ര ടോട്ടൽ എമൗണ്ട് എത്രയാണ്, അത്ര അടയ്ക്കേണ്ട വരും. ഓക്കെ, ഇവിടുത്തെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണ്? കാറാണ് പ്രിൻസിപ്പൽ സപ്ലൈ. സോ കാറിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 28%. അപ്പോൾ നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? ഈ രജിസ്ട്രേഷനും ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, 4 ഫ്രീ മെയിൻ്റനൻസ് സർവീസ്, ഇതെല്ലാം ഈ ചിലവെല്ലാം അടക്കം ഏകദേശം ഒരു
4,50,000 വന്നു എന്ന് അസ്യൂം ചെയ്യാം. ഈ ചിലവെല്ലാം കൂടി, ഇത് കൂടാതെ കുറച്ച് ചിലവ് കൂടി ഉണ്ട്, എല്ലാം കൂടി 4,50,000. നിങ്ങൾ ഈ 4,50,000 രജിസ്ട്രേഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, ഫോർ ഫ്രീ മെയിൻ്റനൻസ് സർവീസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 4,50,000 ഇൻറ്റു 28% അടയ്ക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് 28% അടയ്ക്കേണ്ടത്? നമ്മുടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? കാറാണ്. അപ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈയുടെ പെർസെൻറ്റേജ് ആണ് ടോട്ടലി നമ്മൾ അടയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് 4,50,000 ഇൻറ്റു 28% നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ കുറച്ച് ബൈ സപ്ലൈസ് ഉണ്ടാവും. അപ്പോൾ ഈ സപ്ലൈസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കില്ല. അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിൻസിപ്പൽ സപ്ലൈയോടൊപ്പം മാത്രമാണ് വിൽക്കാനായിട്ട് സാധിക്കുക. ഇതിനാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ആ കോമ്പോസിറ്റ് സപ്ലൈയിൽ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? പ്രിൻസിപ്പൽ സപ്ലൈയുടെ പെർസെൻറ്റേജ് എത്രയാണോ ആ പെർസെൻറ്റേജുമ്പോൾ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യേണ്ട അടയ്ക്കേണ്ടി വരും? ആ കസ്റ്റമർ ഫുള്ളി ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് 28%. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 28%ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു 5% ആണെങ്കിൽ 5% ആണ് കാറിന് ഉള്ളൂ എങ്കിൽ ഇവിടെ 5% ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, അങ്ങനെ പല പെർസെൻറ്റേജ് ഉണ്ടല്ലോ. നമ്മൾ എന്താ അടച്ചാൽ മതി? പ്രിൻസിപ്പൽ സപ്ലൈയുടെ പെർസെൻറ്റേജ് എത്രയാണ്? 5 ആണ്. ബാക്കിയുള്ളത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. പ്രിൻസിപ്പൽ സപ്ലൈയുടെ പെർസെൻറ്റേജ് എത്രയാണോ ആ പെർസെൻറ്റേജ് ബാക്കിയുള്ളതിനും അടച്ചാൽ മതി. ദാറ്റ് ഈസ് 4,50,000 ഇൻറ്റു 5% അടച്ചാൽ മതി. ഓക്കെ, പക്ഷേ കാറിന് എത്ര പെർസെൻറ്റേജ് ആണ്? 28% ആണ് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് 5% എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട് എങ്കിൽ ആ കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്താണോ ആ പ്രിൻസിപ്പൽ സപ്ലൈയുടെ പെർസെൻറ്റേജ് GST റേറ്റ് മേലാണ് ബാക്കിയുള്ള എല്ലാത്തുമേലും എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. ഇതിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് മിക്സഡ് സപ്ലൈ എന്നുള്ളതും അതുപോലെ തന്നെ മിക്സഡ് സപ്ലൈയിൽ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതും പറയാം. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും രണ്ടാണ് എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക. അടുത്തതാണ് മിക്സഡ് സപ്ലൈ. അപ്പോൾ നമ്മൾ മിക്സഡ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈയുടെ ടാക്സ് ലയബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മിക്സഡ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? അതായത് കോമ്പോസിറ്റ് സപ്ലൈയിൽ പറയുന്നത് നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ഓക്കെ, മിക്സഡ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബണ്ടിൽഡ് തന്നെയാണ്, പക്ഷേ അതെന്തല്ല, നാച്ചുറലി ബണ്ടിൽഡ് അല്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടൂത്ത് പേസ്റ്റ്, ഇപ്പോൾ ഒരു കോൾഗേറ്റിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് നമ്മൾ മേടിക്കുക. അപ്പോൾ ചിലപ്പോൾ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് മേടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്ത് കൂടി കിട്ടും? പേസ്റ്റും ബ്രഷും കൂടി നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വിൽക്കുന്നു. സോ കോൾഗേറ്റ് പേസ്റ്റ് പ്ലസ് ബ്രഷ് ഇങ്ങനെ വിൽക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഗേറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, കോൾഗേറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ബ്രഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് കോൾഗേറ്റും സെപ്പറേറ്റ് വിൽക്കാം, അതുപോലെ തന്നെ അതായത് പേസ്റ്റും സെപ്പറേറ്റ് വിൽക്കാം, ബ്രഷും സെപ്പറേറ്റ് വിൽക്കാം. നേരത്തെ പറഞ്ഞ കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രത്യേകത എന്താണ്? അവിടെയുള്ള ബാക്കിയുള്ള സപ്ലൈസ് ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല? സെപ്പറേറ്റ് വിൽക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ടാക്സബിൾ ഗുഡ്സ് ആയിരിക്കും. കോൾഗേറ്റിന് ചിലപ്പോൾ 18% ടാക്സ് ആയിരിക്കും, ബ്രഷിന് ചിലപ്പോൾ 12% ടാക്സ് ആയിരിക്കും. ഓക്കെ, പക്ഷേ എന്നാലും എന്ത് ചെയ്യാം? കോൾഗേറ്റും സെപ്പറേറ്റ് വിൽക്കാം, ബ്രഷും സെപ്പറേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ഇവിടെ കോൾഗേറ്റും ഉണ്ട്, ബ്രഷും ഉണ്ട്. ഹയസ്റ്റ് റേറ്റ് ഏതാണ്? 18%. സോ കോൾഗേറ്റിനും ബ്രഷിനും കൂടി ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൾഗേറ്റിൻ്റെ വില ഒരു 30 രൂപ, ബ്രഷിൻ്റെ വില ഒരു 10 രൂപയാണെന്ന് വിചാരിക്കുക. സോ ടോട്ടൽ വില എത്രയാണ്? 40. ഓക്കെ, പക്ഷേ നമ്മൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 40 ഇൻറ്റു 18%, അതായത് 18% ടാക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ഹയസ്റ്റ് റേറ്റ് എത്രയാണ്? 18% ആണ്. ആ 18% നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതുമേലെ അടയ്ക്കേണ്ടി വരും. ഇതാണ് മിക്സഡ് സപ്ലൈയുടെ പ്രത്യേകത. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ വേറൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഒരു പിസ്സ ഹട്ടിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പിസ്സയോ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ പോകണം. സോ നമ്മളുടെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? ബിരിയാണി കഴിക്കലാണ്. ഓക്കെ, ഇപ്പോൾ ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബിരിയാണിയോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബർഗർ കഴിച്ചു. ഓക്കെ, അപ്പോൾ ബർഗറിൻ്റെ ടാക്സ് റേറ്റ് 12% ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ബർഗറിൻ്റെ ടാക്സ് റേറ്റ് 12%. ബർഗറിൻ്റെ വില 300 രൂപയാണ്. ഓക്കെ,
ഈ ബർഗർ നമ്മൾ അവിടെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കടയിലെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ബർഗർ മാത്രമായിട്ട് മേടിക്കുന്നതിനേക്കാൾ ലാഭം നിങ്ങൾക്ക് ബർഗറിൻ്റെ കൂടെ ഒരു പെപ്സിയും കൂടി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഒരു കോംബോ ഓഫറൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതായത് ബർഗർ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പെപ്സി, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്റ്റാർട്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി ഒരു കോംബോ, ഒരു ബക്കറ്റ് ഓഫർ പോലെയൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ നിങ്ങൾ അവിടെ മേടിക്കുകയാണ്, ഒരു പെപ്സിയും കൂടി അതിൻ്റെ ഒരു ബണ്ടിലായിട്ട് വിൽക്കുകയാണ് പെപ്സി. ഓക്കെ. എന്നാൽ പെപ്സി എന്ന് പറയുന്നത് എയറേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. സോ അതുമേൽ വരുന്ന ടാക്സ് റേറ്റ് 28% ആണ്. ഓക്കെ. യഥാർത്ഥത്തിൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ബർഗറാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർഗറാണ്. പക്ഷേ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടത്, ഇപ്പോൾ പെപ്സിക്ക് വരുന്ന വില 30 രൂപ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര അടയ്ക്കേണ്ടി വരും? 330 × 28%. ഏറ്റവും കൂടിയ ടാക്സ് റേറ്റ് ഏതാണോ ആ ടാക്സ് റേറ്റ് മേലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ. അതായത് 28% അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല, ബർഗറിന് 28%, ബർഗറിന് 28%, പെപ്സിക്ക് 12% ആണ്. അങ്ങനെയാണെങ്കിലോ ഹയസ്റ്റ് റേറ്റ് ഏതാണ്? 28%. നിങ്ങൾ എത്ര അടയ്ക്കേണ്ടി വരും? 28% അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ മിക്സഡ് സപ്ലൈയിൽ ഏത് റേറ്റാണ് വരുന്നത്? പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് ഏതാണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കേക്ക് മേടിക്കും. കേക്കിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും? ഒരൊറ്റ ബണ്ടിലാക്കിയിട്ട് നിങ്ങളത് മേടിക്കും. അതായത് ഇപ്പോൾ കേക്ക്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. കേക്കിൻ്റെ ടാക്സ് ഒരു 18% ആണ്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ടാക്സ് റേറ്റ് 12% ആണ്. നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടത്? ഈ കേക്കിനും ഡ്രൈ ഫ്രൂട്ട്സിനും എല്ലാത്തിനും കൂടി നിങ്ങൾ എത്ര അടയ്ക്കേണ്ടി വരും? 18% അടയ്ക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഏതാണോ അത് അടയ്ക്കേണ്ടി വരും. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉള്ളതിനെയാണ് അവിടെ എന്തായിട്ട് കണക്കാക്കുക? പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അടുത്തതാണ് ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്താണ്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഓക്കെ. അപ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിൽ ഈ ഒരു സംഭവത്തിൽ വരുന്നത് 3 ആളുകളാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് വൺ ആണ് സെല്ലർ. ഓക്കെ. ഇപ്പോൾ സെല്ലർ എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് റെഡ്മി എന്ന് പറയുന്ന ഒരു ഫോണിനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇനി നിങ്ങൾ അതിൻ്റെ ഒരു ഓപ്പറേറ്റർ, ഓക്കെ, അതായത് ഒരു വെബ്സൈറ്റ്, ഫോർ എക്സാമ്പിൾ അത് ആമസോൺ. ഓക്കെ. നിങ്ങളത് മേടിക്കുന്നു, കസ്റ്റമർ അത് മേടിക്കുന്നു. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഒരാളുടെ പേര് കസ്റ്റമർ, ഹിസ് നെയിം ഈസ് രാഹുൽ. രാഹുലാണ് കസ്റ്റമർ. ഓക്കെ. അപ്പോൾ രാഹുലിന് ഒരു മൊബൈൽ ഫോൺ വേണം. ഇപ്പോൾ നമ്മളെല്ലാവരും ഏത് വഴിയാണ് മേടിക്കുക? ഓൺലൈൻ വഴിയാണ് കൂടുതലായിട്ട് മേടിക്കുക. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ആമസോൺ വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മളെപ്പോലുള്ള പല ആളുകളും ഇപ്പോൾ പല ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ആയാലും ക്ലോത്ത്സ് ആയാലും ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും എന്തും ഇപ്പോൾ കൂടുതലായിട്ട് മേടിക്കുന്നത് ഇതേപോലെ തന്നെയുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ നിന്നാണ്. സോ ഇവരെയാണ് എന്ത് വിളിക്കുന്നത്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇ കൊമേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ റെഡ്മി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഹീസ് എ സെല്ലർ. പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ഗുഡ്സ് എല്ലാം മേടിച്ചുകൊണ്ടിരുന്നത്? കസ്റ്റമർ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി നേരെ റെഡ്മിയുടെ ഫോൺ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പ് വഴിയോ അല്ലെങ്കിൽ റെഡ്മിയുടെ ഫോൺ ഡയറക്റ്റ്ലി പോയിട്ട് എന്ത് ചെയ്യും? മേടിക്കും. അങ്ങനെയായിരുന്നു സെയിൽസ്. ഇപ്പോൾ ആ ഒരു സെയിൽസ് ഏത് ഒരു മീഡിയേറ്റർ കൂടി അതിൻ്റെ ഇടയിൽ വരാണ്. ആരാണ്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ആമസോൺ അതിൻ്റെ ഇടയിലേക്ക് വരാണ്. അപ്പോൾ സെല്ലറായിരിക്കുന്ന റെഡ്മിനെ സംബന്ധിച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് ഓൺലൈൻ വഴി മേടിക്കുന്നത് കൊണ്ട് തന്നെ റെഡ്മി എന്ന് പറയുന്ന സെല്ലർ എന്ത് ചെയ്യും? ആമസോൺ എന്ന് പറയുന്ന അവരുടെ വെബ് പേജിൽ, ഓക്കെ, അവരുടെ വെബ് പേജിൽ ഒരു ഫോട്ടോയും ഇങ്ങനെ കുറച്ച് 1-2 ഫോട്ടോസൊക്കെ ഇടും. റെഡ്മിയുടെ ഒരു ഫോൺ, 2 ഫോൺ, അങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോ ഇടും. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം എന്ത് ചെയ്യും? ഈ ആമസോണിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. ആര്? റെഡ്മി എന്ന് പറയുന്ന സെല്ലർ. ഇനി ഈ കസ്റ്റമർ ആയിരിക്കുന്ന രാഹുൽ എന്താണ് ചെയ്യുന്നത്? രാഹുൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഈ വെബ്സൈറ്റിൽ നിന്ന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ കസ്റ്റമർ ആരായിട്ട് ഡയറക്റ്റ് ഡീലർഷിപ്പില്ല, റെഡ്മി എന്ന് പറയുന്ന സെല്ലറായിട്ട് കറക്റ്റ് ഡയറക്റ്റ്ലി ഡീലർഷിപ്പില്ല, ആമസോണിൽ നിന്ന് സെലക്ട് ചെയ്യും. ദെൻ ആമസോൺ ഈ വിവരം ആരെ അറിയിക്കും?
സെല്ലറായിരിക്കുന്ന റെഡ്മിനെ അറിയിക്കും. ഓക്കെ, ദെൻ സെല്ലറായിരിക്കുന്ന റെഡ്മി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് ഡയറക്റ്റ്ലി എത്തിക്കും. രണ്ട് രീതിയിൽ എത്തിക്കാറുണ്ട്. നോർമലി സെല്ലർ എന്ത് ചെയ്യുന്നത് നേരെ കസ്റ്റമറിലേക്ക് എത്തിക്കും. ഓക്കെ, ഇങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ നോർമലി അവിടെ വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ കസ്റ്റമറായിരിക്കുന്ന രാഹുൽ റെഡ്മിക്ക് എന്ത് കൊടുക്കും? ഫുൾ എമൗണ്ട് കൊടുക്കും. ആ ഫുൾ എമൗണ്ട് മേലുള്ള ടാക്സ് ഈടാക്കും. എത്രയാണ് മൊബൈൽ മേലുള്ള വില? മൊബൈലിന് 10,000 രൂപയാണെങ്കിൽ 18% GST എന്ത് ചെയ്യും? രാഹുൽ റെഡ്മി എന്ന് പറയുന്ന സെല്ലർക്ക് കൊടുക്കും. ഇനി ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. കസ്റ്റമർ സെല്ലറിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത് സെല്ലറായിരിക്കുന്ന റെഡ്മിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറായിരിക്കുന്ന ആമസോണാണ്. ഇവിടെ വരുന്നതാണ് സർവീസ്. അതായത് ആമസോൺ എന്ത് ചെയ്യുന്നു? ആമസോൺ ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ആ രാഹുൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? ഇവർ മുഖേന വിറ്റു. ഇവരെന്ത് ചെയ്തു? ഒരു മൊബൈൽ ഫോണിൻ്റെ പടം ഇവിടെ എന്ത് ചെയ്തു? അവിടെ കാണിച്ചു. അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാണിച്ചത് കൊണ്ടാണ് കസ്റ്റമർ ആയിരിക്കുന്ന രാഹുൽ ആ പ്രൊഡക്റ്റ് മേടിച്ചത്. സോ ഇതുവഴി മേടിച്ചത് കൊണ്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തതിന് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറായിരിക്കുന്ന ആമസോൺ റെഡ്മിയുടെ അടുത്ത് നിന്ന് എന്ത് മേടിക്കും? കമ്മീഷൻ മേടിക്കും. കമ്മീഷൻ മേടിക്കും. ദാറ്റ് ഈസ് സർവീസ്. ഇതെന്താണ്? സർവീസാണ്. ഓക്കെ, അപ്പോൾ ഈ സർവീസിന്മേൽ ടാക്സ് ആരടയ്ക്കേണ്ടതായിട്ട് വരും? ഈ പറയുന്ന സെല്ലർ ഈ കൊമേഴ്സ് ഓപ്പറേറ്ററിന് കമ്മീഷൻ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ എന്തുകൂടി കൊടുക്കേണ്ടി വരും? സർവീസ് ടാക്സ്, അതായത് സർവീസിന്മേലുള്ള ടാക്സ്, ദാറ്റ് ഈസ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മൊബൈൽ കച്ചവടം നടക്കുമ്പോഴത്തേക്ക് രണ്ട് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഒന്ന് ഡയറക്റ്റ്ലി ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, മൊബൈൽ കച്ചവടം നടക്കുന്നുണ്ട്. അതുകൂടാതെ ആമസോണും സെല്ലറും തമ്മിലൊരു കച്ചവടം നടക്കുന്നുണ്ട്. എന്താണ്? ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തതിന് ഒരു കമ്മീഷൻ കൂടി വരുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് കൂടി വരാറുണ്ട്. അതെന്താണ്? സെല്ലറും ഉണ്ട്, കസ്റ്റമറും ഉണ്ട്, ആമസോണും ഉണ്ട്. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ആമസോണിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നതാണ് വെയർ ഹൗസ്. ഈ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് ഈ പറയുന്ന റെഡ്മി എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ ഇങ്ങോട്ട് എത്തിക്കും. എന്നിട്ട് ആമസോൺകാർ തന്നെ ആരിലേക്ക് എത്തിക്കും? കസ്റ്റമറിലേക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് എത്തിക്കും. ഓക്കെ, ഇങ്ങനെ എത്തിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമറായിരിക്കുന്ന ഈ രാഹുൽ പൈസ കൊടുക്കുന്നത് ആമസോണിനായിരിക്കും പൈസ കൊടുക്കുന്നത്. ആ ആമസോൺ ആ കിട്ടിയ പൈസ കംപ്ലീറ്റ് എന്ത് ചെയ്യും? സെല്ലർക്ക് കൊടുക്കും. ഓക്കെ, അവിടെ വരുന്ന GST എന്താണ്? പ്രൊഡക്റ്റ് മേലുള്ള 10,000 രൂപ, ആ മൊബൈൽ ഫോൺ മേലെയുള്ള വില 18% GST. ഇനി ആമസോൺ എന്ത് ചെയ്യും? സെല്ലറായിരിക്കുന്ന റെഡ്മിയുടെ അടുത്ത് നിന്ന് എന്തിനൊക്കെ കമ്മീഷൻ മേടിക്കും? ഒന്ന്, ആമസോണിൻ്റെ ഈ പ്ലാറ്റ്ഫോം, ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് മേൽ ഉള്ള ഒരു കമ്മീഷൻ മേടിക്കും. അതുകൂടാതെ ഔട്ട്ലെറ്റ് വഴി ഇവരുടെ ആമസോണിൻ്റെ ഔട്ട്ലെറ്റ് വഴി എന്ത് ചെയ്തു? ഡെലിവറി ചെയ്തു. ആരിലേക്ക്? കസ്റ്റമറിലേക്ക്. അതിൻ്റെ കമ്മീഷൻ കൂടി മേടിക്കും. ദാറ്റ് ഈസ് സർവീസ്. ആ സർവീസ് മേലുള്ള കമ്മീഷൻ ആരടയ്ക്കേണ്ടതായിട്ട് വരും? സെല്ലർ ആമസോണിന് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഇവിടെ രണ്ട് ട്രാൻസാക്ഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒന്ന്, ആ ഗുഡ്സിൻ്റെയും സപ്ലൈ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ റെഡ്മിയും ആമസോണും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സപ്ലൈ കൂടി നടക്കുന്നുണ്ട്. രണ്ടിനും 2 GST ആണ് വരുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സ് വഴിയുള്ള കച്ചവടത്തിന് മെയിനായിട്ട് 3 ആളുകളാണ് വരുന്നത്. ആരൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് സെല്ലർ, ദെൻ ബയ്യർ, അതുകൂടാതെ മൂന്നാമത്തെ ആളാരാണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇങ്ങനെ 3 പേരാണ് ഈ ട്രാൻസാക്ഷൻസിൽ വരുന്നത്. 3 പേര് വരുന്നുണ്ട്, പക്ഷേ 2 ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. എന്താണ്? സെല്ലർ ബയ്യറിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു? സെല്ലർക്ക് ഇതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നു. ഇങ്ങനെ 2 സപ്ലൈസ് ആണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഒന്ന് പ്രൊഡക്റ്റിൻ്റെ സപ്ലൈസും ഒന്ന് സർവീസിൻ്റെ സപ്ലൈസും. ഇങ്ങനെ 2 സപ്ലൈസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ ആമസോൺ എന്ന് പറയുന്ന കമ്പനി, ആമസോൺ ഏത് കമ്പനിയാണ്? ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നോർമലി ആമസോണിന് ഇവിടെ ഇന്ത്യയിൽ ചിലപ്പോൾ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, എനിവേ ഏത് തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എല്ലാ ഈ കൊമേഴ്സ് ഓപ്പറേറ്ററിനും, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയാലും ശരി, ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതായത് ഈ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് ഇന്ത്യയിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് വേണം. അതല്ല എങ്കിൽ
ഇവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്താണ് ഇന്ത്യയിൽ മസ്റ്റാണ്. ഓക്കെ, ആ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യേണ്ടി വരും? ഈ ആമസോണിന് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ ആമസോൺ അടയ്ക്കേണ്ട ടാക്സ് ഏതാണ്? അതായത് റെഡ്മി എന്ന് പറയുന്ന ഫോൺ, അതായത് സെല്ലർക്ക് വേണ്ടിയിട്ട് ആമസോൺ എന്ത് ചെയ്തു? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു? ആമസോൺ ഒരു കമ്മീഷൻ ഈടാക്കുന്നു. ആരുടെ അടുത്തുനിന്ന്? റെഡ്മി എന്ന് പറയുന്ന സെല്ലറിൻ്റെ അടുത്തുനിന്ന്. ഇപ്പോൾ റെഡ്മി എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോണാണ്, അതല്ലാതെ ഇഷ്ടംപോലെ സെല്ലർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആമസോൺ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നുണ്ട്. സോ ആ കമ്മീഷൻ മേലുള്ള ടാക്സ് ആമസോൺ ആരുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യും? റെഡ്മിയുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്യുന്ന ടാക്സ്, ആമസോൺ കളക്ട് ചെയ്യുന്ന ടാക്സ് എങ്ങോട്ടേക്ക് അടച്ചോളണം? ഗവൺമെൻറ്റിലേക്ക് അടച്ചോളണം. അപ്പോൾ നോർമലി ആമസോൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. സോ നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്തോളണം? ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഇന്ത്യയിൽ വെച്ചിട്ട് ആ റെപ്രസെൻറ്റേറ്റീവ് മുഖേന എന്ത് ചെയ്തോളണം? ടാക്സ് അടച്ചോളണം, നിർബന്ധമായിട്ടും അടച്ചോളണം. ഇന്നടുത്ത ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.